അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഹഖ്ക തിലാവത്തിഹി എന്നത് മാത്രമാണ് ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറയുന്നത്. ഖുർആനിനെ വായിക്കേണ്ടത് ഹഖ്ക തിലാവത്തിഹി എന്ന ഗണത്തിലാണ് എന്നതാണ്. തിലാവത്ത് എന്ന പദത്തിന്റെ ആശയം പലതവണ നമ്മൾ കേട്ടവരാണ്. പിന്തുടരുക എന്നതാണ്. ഖുർആനിനെ വായിക്കുന്നതോടൊപ്പം ആ ഖുർആനിനെ പിൻപറ്റാൻ കഴിയുക എന്നതാണ് ഹഖ്ക തിലാവത്തിഹി എന്നതിൻ്റെ ആശയമെന്ന് പറയുന്നത്. നമ്മൾ ഖുർആൻ വായിക്കുന്നവരാണ്. ഖുർആനിനെ തിലാവത്താക്കി മാറ്റാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന ഒരാലോചനയാണ് ഇന്ന് നമ്മിലുണ്ടായിത്തീരേണ്ടത്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഹഖ്ക തിലാവത്തിഹി എന്ന പദത്തെ മാത്രം വിശദീകരിക്കുന്നുണ്ട് തഫ്സീറുകൾ. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യത്തബിഊന ഹഖ്ക തിബാഇഹി, ഖുർആനിനെ യത്തബിഊന പിന്തുടരുന്നവർ, ഹഖ്ക തിബാഇഹി അതിൻ്റെ കൃത്യമായ പിന്തുടരൽ, ഖുർആനിനെ കൃത്യമായി പിന്തുടരുന്ന ആളുകൾ. എങ്ങനെയാണത്? ബിത്തിബാഇൽ അംരി വന്നഹി, ഖുർആനിൻ്റെ കൽപ്പനകളെയും ഖുർആനിൻ്റെ നിഷേധങ്ങളെയും നിരോധങ്ങളെയും, ഖുർആൻ കൽപ്പിച്ചതെന്തൊക്കെയുണ്ടോ അതിനെ പൂർണ്ണമായും പിന്തുടരുന്നവർ, ഖുർആൻ നിരോധിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ കൃത്യമായി പിന്തുടരുന്ന ആളുകൾ. ഫയുഹല്ലിലൂന ഹലാലഹു, ഖുർആൻ അനുവദനീയമാക്കിയിട്ടുള്ള കാര്യങ്ങളെ അനുവദിക്കുന്നവർ. ഈ തിലാവത്ത് നടത്തുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഖുർആൻ കൽപ്പിച്ചതൊക്കെയും പിന്തുടരുന്നവരാണവർ. ഖുർആൻ നിരോധിച്ചതത്രയും നിരോധിക്കുകയോ നിഷേധിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നവരാണവർ. മാത്രമല്ല ഖുർആൻ അനുവദിച്ച കാര്യങ്ങളെ മുഴുവൻ അനുവദിക്കുന്നവർ, അല്ലെങ്കിൽ അത് ഹലാലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ. വയുഹർരിമൂന ഹറാമഹു, ഖുർആൻ ഹറാമാക്കിയത് എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവൻ ഹറാമാക്കുകയും ചെയ്യുന്നവർ. വയഅമലൂന ബിമാ തളമ്മനഹു, ഖുർആനിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ആളുകൾ. നമുക്ക് ഹഖ്ക തിലാവത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് സ്വയം നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ആ ഒരു തിലാവത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹഖ്ക തിലാവത്തിനെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഹുമുല്ലദീന ഇദാ മർറൂ ബിആയ, ഒരു ആയത്ത് അവർ കേട്ടാൽ, എങ്ങനെയുള്ള ആയത്ത്? ബി ആയത്തി റഹ്മ, റഹ്മത്തിനെ കുറിച്ചുള്ള ആയത്താണ് അവർ കേൾക്കുന്നതെങ്കിൽ, സഅലൂഹാ മിനല്ലാഹ്, അള്ളാഹുവിനോട് എന്ത് ചെയ്യും? റഹ്മത്തിനെ ചോദിക്കും. കേൾക്കുന്ന ആയത്ത് റഹ്മത്തിനെ പറ്റിയുള്ളതാണെങ്കിൽ അവർ അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കും. വഇദാ മർറൂ ബി ആയത്തി അദാബ്, ശിക്ഷയെ പറ്റിയുള്ള ഒരായത്താണ് അവർ കേൾക്കുന്നതെങ്കിൽ, ഇസ്തആദു മിൻഹാ, അള്ളാഹുവിനോട് ശിക്ഷയെപ്പറ്റി അഭയം തേടും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് സാധിക്കുമോ ഇല്ലയോ? ഒരായത്ത് അത് കേൾക്കുമ്പോൾ അത് റഹ്മത്തിനെ പറ്റിയാണ്, അത് ശിക്ഷയെ പറ്റിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ? എങ്കിലാണല്ലോ നമുക്ക് അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കാൻ കഴിയുക, അള്ളാഹുവിനോട് ശിക്ഷയെപ്പറ്റി അഭയം തേടാൻ കഴിയുക. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു ഭൂതകാലം കഴിഞ്ഞു പോയിട്ടുണ്ട്.
ഖുർആനിനെ തുറന്നു നോക്കാനോ പഠിക്കാനോ വായിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കാതെ അതെല്ലാം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം, അവിടെ നിന്ന് അൽഹംദുലില്ലാ വെളിച്ചം എന്ന് പറയുന്ന ഒരു ഖുർആൻ പഠന പദ്ധതിയിലൂടെ ഖുർആനിലേക്ക് കുറച്ചെങ്കിലും എത്തിപ്പെടാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. ശരിയാണോ അല്ലേ? നോമ്പായതുകൊണ്ടായിരിക്കും തലയൊക്കെ ഇങ്ങനെ ആടാൻ ഭയങ്കര പ്രയാസം അല്ലേ? വിശുദ്ധ ഖുർആനിനെ നമുക്ക് അതിലെന്താണ് ഖുർആൻ? എനിക്കറിയാം നമ്മുടെ നാട്ടില് ദയാ ഓർഫൻ കെയർ എന്ന് പറയുന്ന ഒരു അനാഥ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. മക്കളെ അവരുടെ ഉമ്മമാരുടെ അടുക്കൽ തന്നെ നിർത്തിയിട്ട് സംരക്ഷിക്കുന്ന ഒരു സിസ്റ്റമാണ്. അവിടെ വെളിച്ചം പുസ്തകം ഒരു ഉമ്മക്ക് നൽകി, ഏകദേശം ഒരു 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ഉമ്മ. അപ്പോ അവരത് വായിച്ചതിന് ശേഷം ഒരു ഘട്ടത്തിലെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞൊരു അനുഭവം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഖുർആനിന്റെ ഒരു പരിഭാഷ കാണുന്നത്. നോക്കൂ നിങ്ങൾ, 45 വയസ്സായി. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്ര ഇടങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടാവും, എത്ര വ്യത്യസ്തമായ കറികൾ പാകം ചെയ്തിട്ടുണ്ടാവും, എത്ര ഭാഷകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, എത്രായിരം ആളുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, എത്ര പുസ്തകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും, എത്ര സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ എത്ര ഐറ്റം വസ്ത്രങ്ങൾ നമ്മൾ മാറി മാറി ഉടുത്തിട്ടുണ്ടാകും. നമ്മുടെ പ്രായം വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെയ്ത ജോലി, കഷ്ടപ്പാടിൻ്റെ, വേദനയുടെ, പ്രയാസത്തിൻ്റെ ഒരു കാലം നമ്മുടെ മുൻപിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉപ്പയും ഉമ്മയും അവർ പണിയെടുത്തതിൻ്റെ, തൊഴിലെടുത്തതിൻ്റെ വേദനയുടെ ഒരു കാലം ആലോചിച്ച് നോക്കൂ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മ. ഇന്ന് നമ്മുടെ ഉപ്പയും ഉമ്മയായപ്പോൾ നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന ഒരു സുഖവും സന്തോഷവും സൗകര്യങ്ങളും, നമ്മുടെ ഉപ്പയും ഉമ്മയും രണ്ടുപേരും കൂടി പണിയെടുത്തിട്ട് എത്താഞ്ഞിട്ട് നമ്മളും കൂടി ചേർന്ന് നിന്ന് ജോലിയെടുത്ത ഒരു കാലം. അത് കച്ചവടമാകാം, തൊഴിലാകാം, കൃഷിയാകാം, അങ്ങനെയുള്ള ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ കാലങ്ങളും ദേശങ്ങളും കാലാന്തരങ്ങളും ഒക്കെ സഞ്ചരിച്ചു കഴിഞ്ഞിട്ടും ഖുർആനിന്റെ അടുത്തേക്ക് എത്താൻ കഴിയാതെ പോയ ഒരു കാലം. ഖുർആനിനെ പൂർണ്ണമായി ഒരു ദിവസം ഒരായത്ത് വെച്ച് വായിച്ചിരുന്നുവെങ്കിൽ 6236 ആയത്തിനെ 20 വർഷം കൊണ്ട് തന്നെയും നമുക്ക് പഠിക്കാനും അറിയാനും കഴിയുമായിരുന്നു. പക്ഷെ നമുക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയില്ല. ഇപ്പൊ കിട്ടിയ അവസരത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്തി മുതലാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഞാനും നിങ്ങളും. ഖുർആനിനെ അങ്ങനെ അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഖുർആനിന്റെ ആശയത്തെ ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇപ്പറഞ്ഞതുപോലെ ഒരു ഹക്ക തിലാവത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുമായിരുന്നുവല്ലോ. ഇനിയെങ്കിലും നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സാധിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ വിചാരിച്ചത് എൻ്റെ മുമ്പിലിരിക്കുന്ന ആഷിംകായി സാഹിദ ടീച്ചറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അരച്ച് കലക്കി കുടിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ കുടിക്കുന്ന ആളുകളാണ്. എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളെ പറഞ്ഞതാണ് ഞാൻ. ഖുർആനിനെ നമുക്ക് വായിക്കാനും അറിയാനും കേൾക്കാനും കഴിയുമ്പോൾ ആ ഖുർആനിനെ ഈ രൂപത്തിലേക്ക് നമ്മുടെ പഠനത്തെ നമ്മൾ കൊണ്ടുപോകണം. ഒരു ആയത്ത് കേൾക്കുമ്പോൾ ആ ആയത്തിനെ റഹ്മത്തിന്റെ ആയത്താണെങ്കിൽ റഹ്മത്ത് ചോദിക്കുന്നവരായിരുന്നു, അദാബിന്റെ ആയത്താണെങ്കിൽ അദാബ് ചോദിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം എങ്ങനെയാണ്? കാന ഇദാ മർറ ബിആയത്തി റഹ്മത്തിൻ സഅല വഇദാ മർറ ബിആയത്തി അദാബിൻ തഅവ്വദ. നേരത്തെ പറഞ്ഞ അതേ ആശയമാണ്. റഹ്മത്തിന്റെ ആയത്തുകളെയാണ് അവർ കേൾക്കുന്നതെങ്കിൽ അതിന് റഹ്മത്തിനെ ചോദിക്കാൻ, അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ശിക്ഷയിൽ നിന്ന് അഭയം തേടാൻ, ഇദാ മർറ ബിദിക്രിൽ ജന്ന, ജന്നത്തിനെ പറ്റിയുള്ള ആയത്താണെങ്കിൽ സഅലല്ലാഹൽ ജന്ന, അള്ളാഹുവിനോട് ജന്നത്തിനെ ചോദിക്കുമായിരുന്നു. ജന്നത്തിന്റെ ഫിർദൗസിന്റെ ആ സുഖ സൗന്ദര്യങ്ങൾ, സന്തോഷത്തിന്റെ, അനുഗ്രഹത്തിന്റെ, പുഴയുടെ
പാലരുവിയുടെ തേനിന്റെ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടുപാടാൻ തോഴികൾ പെരുത്തുണ്ട് ഹിദ്മത്തിനായി പല കുട്ടികൾ അതിലുണ്ട് അവർക്കുള്ള മുൻപല്ലിന്റെ ലങ്കൽ കണ്ട് ജിബിരിയിൽ പോലും അമ്പരന്നിട്ടുണ്ട് കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട. ഇങ്ങനെയുള്ള സ്വർഗത്തെ കുറിച്ചുള്ള വർണ്ണനകൾ കേൾക്കുമ്പോൾ, ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അല്ലാഹുവേ ആ സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കണേ എന്ന് ചോദിക്കുന്നു. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം. എത്രയാ സ്വർഗത്തിന്റെ വിശാലത എന്ന് പറയുന്നത്? ഭൂമി എന്ന് പറയുന്നത് തന്നെ വിശാലമാണ്. ഭൂമിയോടൊപ്പം ആകാശമാണെങ്കിൽ ഒരാകാശത്തെയാണ് നമുക്ക് പരിചയമുള്ളത്. ഒരാകാശത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ഗാലക്സികളുടെയും നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും വിശാലമായ ഒരു ആകാശം, അതിനത്രയും വിശാലമായ സ്വർഗമാണ്. സ്വർഗത്തിലേക്ക് ഇങ്ങനെ അവസാനം കടന്നു ചെല്ലുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. നരകത്തിൽ നിന്ന് അവസാനം രക്ഷപ്പെടുന്ന ഒരു മനുഷ്യൻ. നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ അയാളുടെ ശിക്ഷ കഴിയുന്ന സമയത്ത് നരകത്തിന്റെ പുറത്തേക്ക് അയാളെ തട്ടും. പുറത്തേക്ക് തട്ടുമ്പോ ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നത്, അൽഹംദുലില്ലാ, എന്നെ ആ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തിട്ടല്ലോ, എനിക്കൊന്ന് പുറത്തിറങ്ങാൻ സാധിച്ചല്ലോ. അങ്ങനെ അയാൾ ഒരു മരത്തിന്റെ തണലിലേക്ക് ഇങ്ങനെ എത്തുകയാണ്. ആ മരത്തണലിൽ ആ മനുഷ്യൻ അങ്ങനെ നിൽക്കുമ്പോ ആ മരത്തണലിൽ അയാൾ കാണുന്ന സുഖവും സന്തോഷവും അവിടുത്തെ ആ തണലും കുളിരുമൊക്കെ കാണുമ്പോൾ അയാൾക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ അയാൾ ആ മരത്തണലിൽ നിന്നുകൊണ്ട് അയാൾ നോക്കുമ്പോൾ മറ്റൊരു മരം, വലിയ തണലുള്ള, വിശാലമായ തണലുള്ള, കുളിരുള്ള, തണുപ്പുള്ള ഒരു മരത്തെയാണ് അയാൾ തന്റെ മുൻപിൽ കാണുന്നത്. അപ്പൊ അയാൾ അള്ളാഹുവിനോട് പറയും, റബ്ബേ, എന്നെ ആ മരത്തിന്റെ ചോട്ടിലേക്ക് കൊണ്ടെത്തിക്കാം. അപ്പൊ പടച്ചോൻ പറയും, നീ അവിടെ എത്തിക്കഴിയുമ്പോ വേറൊന്ന് ചോദിക്കോ? ഇപ്പൊ നിനക്ക് കിട്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. നമുക്ക് അങ്ങനെയുള്ളൂ. എവിടെന്നെങ്കിലൊക്കെ ഒന്ന് സുഖമായി കഴിയുമ്പോൾ അപ്പൊ കുറച്ചുകൂടി കിട്ടിയാൽ കൊള്ളാം, നമ്മുടെ ആഗ്രഹം അങ്ങനെ. നമ്മൾ മനുഷ്യന്മാരങ്ങനെയാണ്, കിട്ടുന്നതൊന്നും മതിയാവാതെ വരും. ഒന്ന് ഇരുന്ന് ഞരങ്ങുന്ന ആളൊന്ന് എഴുന്നേറ്റ് നിന്നാ മതി എന്നാവും. എഴുന്നേറ്റിക്കുമ്പോ എന്ത് വരും? ഒന്ന് നടന്നാ മതി എന്നാവും. നടന്നു തുടങ്ങുമ്പോൾ തോന്നും ഒന്ന് ഓടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ഓടിക്കഴിയുമ്പോൾ ഒന്ന് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. നമ്മളങ്ങനെയാണ്. നമ്മളിങ്ങനെ കിട്ടുന്നതൊന്നും മതിയാകാത്തവരാണ്. അപ്പോ സ്വർഗത്തിന്റെ നരകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ മനുഷ്യൻ ഇങ്ങനെ ആ മരം ഇങ്ങനെ കാണുമ്പോ, അള്ളാഹുവേ, അതിന്റെ അരികിലേക്ക് എന്നെ ഒന്ന് എത്തിക്കാമോ? അപ്പോ അള്ളാഹു ആ മനുഷ്യനെ ആ മരത്തിന്റെ തണലിലേക്ക്, ആ മരത്തിന്റെ കുളിരിലേക്ക്, ആ മരത്തിന്റെ വിശാലമായ തണലിലേക്ക് എത്തിച്ചു കൊടുക്കും. അവിടെ എത്തിക്കഴിയുമ്പോ അവിടെ നിന്ന് അയാൾ നോക്കുമ്പോ അതിനേക്കാൾ വിശാലമായ, സുന്ദരമായ, സുഖമുള്ള മറ്റൊരു മരത്തെയാണ് അയാളുടെ മുൻപിൽ കാണുന്നത്. അപ്പൊ അയാൾ ചോദിക്കുന്നത് എന്താ? റബ്ബേ, ആ മരത്തിന്റെ താഴേക്കൊന്ന് എത്തിക്കാമോ? കാരണം ഇവിടെ നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വിശാലവും സുഖവും സുന്ദരവുമായ ഒരു തണലാണ് അയാൾ അവിടെ കാണുന്നത്. അള്ളാഹു അയാളോട് പറയും, നീ ഇനി അവിടെ എത്തിക്കഴിയുമ്പോ അതിൽ നിന്ന് വേറൊന്ന് കാണുമ്പോ അത്, ഇല്ല റബ്ബേ, ചോദിക്കുകയില്ല, ഞാൻ ചോദിക്കുകയില്ല എന്ന് പറയും. അങ്ങനെ അയാൾ ആ മരത്തിന്റെ താഴേക്ക് എത്തിക്കും. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് മറ്റൊന്ന് അയാൾ കാണുന്നത്. അപ്പൊ അയാൾ അള്ളാഹിനോട് പറയണം, റബ്ബേ, ആ മരം, അതിന്റെ തണല്, അതിന്റെ തണുപ്പ്, അതിന്റെ അടുത്തേക്ക് എന്നിങ്ങനെ അയാൾ കൊതി കൊണ്ട് അള്ളാഹുവിനോട് പറയും. അങ്ങനെ അയാളെ അതിന്റെ അടുത്തേക്ക് എത്തിക്കും. അതെവിടെയാണെന്നോ? സ്വർഗത്തിന്റെ കവാടത്തിന്റെ അരികിലാണ്. സ്വർഗത്തിൽ നിന്നുള്ള പരിമളവും സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധവും സ്വർഗത്തിന്റെ വർത്തമാനങ്ങളും കേൾക്കുമ്പോ അയാൾ അള്ളാഹുവിനോട് പറയും, റബ്ബേ,
അങ്ങോട്ടൊന്ന് കടത്താമോ? അവിടെ ആ വാതൊക്കെ നിർത്തിയാൽ മതി. നമ്മളങ്ങനെയുള്ള ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ നമുക്ക് ഇരിപ്പ് ഉറക്കൂല. അപ്പൊ നമ്മൾ എഴുന്നേറ്റ് ഓരോ വാതിലിന്റെ അടുത്തെത്തും. അപ്പോൾ വാതിലിന്റെ അടുത്തെത്തിയാൽ നമുക്ക് പിന്നെ നമ്മളിങ്ങനെ തലങ്ങനെ അകത്തേക്ക് ആൾ എണീച്ചുണ്ടോ, പോകുന്നുണ്ടോ. അപ്പൊ നിൽക്കണ നഴ്സിന്റെ സിസ്റ്ററിന്റെ ഒക്കെ ക്ഷമയും പരിധിയൊക്കെ കെടും അല്ലെ. നമുക്ക് അങ്ങനെയാണ്. അവിടെ അങ്ങോട്ട് എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ അയാളോട് അള്ളാഹു പറയും, നീ അവിടെ എത്തിക്കഴിയുമ്പോൾ അതിനകത്തുള്ളത് ചോദിക്കോ എന്ന് പറയും. അപ്പോ ഇല്ല റബ്ബേ, ഞാൻ ചോദിക്കൂല. എന്നിട്ട് ആ മനുഷ്യനെ, നരകത്തിൽ നിന്ന് അവസാനം പുറത്തു കിടന്ന മനുഷ്യൻ, ആ മരത്തണലുകളുടെ സുന്ദരമായ അനുഗ്രഹങ്ങളും അനുഭൂതികളും അറിഞ്ഞ് സ്വർഗ കവാടത്തിങ്കിലേക്ക് എത്തുകയാണ്. സ്വർഗത്തിലേക്ക് അയാളെ കടത്തും. എന്നിട്ട് അള്ളാഹു പറയും, നിനക്ക് ആകാശവും ഭൂമിയും എത്ര വിശാലമാണോ അത്രയും ഉണ്ട്. അപ്പൊ അയാൾ ചോദിക്കും, റബ്ബേ എന്നെ കളിയാക്കുകയാണോ? ഇത് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂല് ചിരിച്ചു. അപ്പൊ സഹാബത്ത് ചോദിക്കുന്നതിന്, എന്തിനാണ് പ്രവാചകരെ ചിരിച്ചത്? അള്ളാഹു ചിരിച്ചു എന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു ചിരിച്ചു. ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ അറിയുമ്പോ റബ്ബേ, സ്വർഗത്തിന്റെ ജന്നാത്തിൽ ഫിർദൗസിലേക്ക് എത്തിയില്ലെങ്കിലും ആ സ്വർഗത്തിലേക്കൊന്ന് എത്താൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. നമ്മുടെ ആഗ്രഹം ജന്നാത്തിൽ ഫിർദൗസ് ആണെങ്കിലും ചോദിക്കുന്നതാണെങ്കിലും നമുക്ക് അവിടെയെങ്കിലും എത്തിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് പലപ്പോഴും ആഗ്രഹിച്ചു പോകും. ഇങ്ങനെയാണ് മനുഷ്യൻ സ്വർഗത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ആ സ്വർഗത്തിലേക്ക് പോകാൻ ചോദിക്കും അല്ലാഹുവിനോട്. ഇനി നരകത്തെ കുറിച്ചുള്ള ആയത്തുകളാണ് കേൾക്കുന്നതെങ്കിൽ, തഅവ്വദ ബില്ലാഹി മിനന്നാർ, അവർ കാവലിനെ തേടുമായിരുന്നു എന്ന്. ഖുർആനിനെ ഹഖ്ഖ തിലാവതിഹി, ഖുർആനിന്റെ ആ തിലാവത്തിലെ കൃത്യമായ പാരായണത്തിലൂടെ ഖുർആനിനെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ഒരു ആലോചനയാണ് പ്രിയമുള്ളവരെ നമ്മിൽ ഉണ്ടാവേണ്ടത്. വെളിച്ചത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഖുർആനിന്റെ പഠനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കുള്ള ഒരു സൗകര്യം, ചില ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ അത് നരകമാണെന്നും സ്വർഗമാണെന്നും സന്തോഷമാണെന്നും ഒക്കെ നമുക്ക് തോന്നലുകൾ ഉണ്ടാകാറുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഉണ്ടോ ഇല്ലേ? ഉണ്ട് അല്ലേ? അങ്ങനെയുള്ള മാറ്റങ്ങളിലേക്ക് നമ്മൾ എത്തിയത് അൽഹംദുലില്ലാ നമ്മൾ പറയണം. കാരണം ഈ ഖുർആൻ കേട്ടാൽ അതെന്തായിരുന്നു ഏതായിരുന്നു എന്നറിയാത്തൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖുർആനിന്റെ ആശയങ്ങളെയോ വാക്കുകളെയോ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനിൽ എത്ര ആയത്തുകൾ അല്ലെങ്കിൽ എത്ര വാക്കുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്? ഏകദേശം ഒരു 300 ചില്ലറ വാക്കുകൾ പഠിച്ചാൽ തന്നെ ഖുർആൻ പൂർണ്ണമായിട്ട് വായിക്കാൻ കഴിഞ്ഞ, അർത്ഥം അറിയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തും. അർത്ഥം പറഞ്ഞല്ല, 300 ചില്ലറ വാക്കുകൾ, ആ വാക്കുകളുടെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ ദറസ അറബി ഭാഷയുടെ തന്നെ ഒരു പ്രത്യേകതയാണ്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകത, ഒരു വാക്കിൽ നിന്ന് അതിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെയും ഘടകങ്ങളെയും അതിൻ്റെ കർത്താവിനെയും ക്രിയയെയും ക്രിയാധാതുവിനെയും ഒക്കെ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളത്. ഉദാഹരണം പറയാം, എളുപ്പം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ദറസ എന്നാൽ പഠിച്ചു എന്നാണ് അർത്ഥം. ദാരിസ് എന്നാൽ പഠിക്കുന്നവൻ എന്നതാണ്. ദാരിസത്ത് എന്നാൽ പഠിക്കുന്നവൾ എന്നതാണ്. മദ്രസത്ത് എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സ്ഥലം എന്നാണ്. ദർസ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന പാഠം എന്നതാണ്. യദുറുസു എന്ന് പറഞ്ഞാൽ അവൻ പഠിക്കുന്നു, തദുറുസു അവൾ പഠിക്കുന്നു, ദാരിസുൻ പഠിക്കുന്നവൻ, മുദരിസ് പഠിപ്പിക്കുന്നവൻ. ദറസ എന്ന 3 അക്ഷരത്തിൽ നിന്നാണ് ഈ പദങ്ങളൊക്കെ പോയിട്ടുള്ളത്. ഉദുറുസ് നീ പഠിക്കുക. ഇംഗ്ലീഷിൽ എടുത്ത് നോക്കിക്കോ, ടീച്ചറും ലേണും സ്റ്റുഡൻറ്റും ക്ലാസ് മുറി സ്കൂളും ഇങ്ങനെ പോയിട്ട് ലെസണും ഇത് തമ്മിൽ യാതൊരു തരത്തിലുള്ള കണക്ഷനുകളില്ലാതെയാണ് അത് പോകുന്നത്.
മലയാള ഭാഷ പഠിച്ചു നോക്കിക്കോളൂ. പാഠവും വിദ്യാർത്ഥിയും അധ്യാപകനും വിദ്യാലയവും ഇങ്ങനെ പോകുമ്പോൾ അവിടെ ചുരുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. നീ പഠിക്കുക എന്നാണ്, നീ വായിക്കുക എന്നതാണ്. ഭാഷയുടെ വ്യത്യസ്തതയാണ് ഞാൻ ഈ പറയുന്നത്. ഹിന്ദിയും അതുപോലെ തന്നെയാണ്. എന്നാൽ അറബി ഭാഷയിലെ ദറസ എന്ന് പറയുന്ന 3 അക്ഷരത്തിൽ നിന്ന് ഇതിന്റെ വ്യത്യസ്തമായ കുറേ ഭാഗങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു എന്ന്. ഇങ്ങനെയുള്ള ഒരു 300 ചില്ലറ വാക്കുകൾ നമ്മൾ അറിഞ്ഞാൽ ഖുർആൻ പൂർണ്ണമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഖുർആന്റെ പൂർണ്ണമായ ആശയത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ്. എങ്കിൽ റഹ്മത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇത് റഹ്മത്തിന്റെ ആയത്താണെന്നും, ജന്നത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇത് ജന്നത്തിന്റെ ആയത്താണെന്നും തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിന്റെ കൃത്യമായ മുറപ്രകാരമുള്ള തിലാവത്തിനെ, ആ പാരായണത്തെയാണ്, പഠനത്തെയാണ് അവർ പാരായണം ചെയ്യുന്നത് എന്ന ഖുർആനിന്റെ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കതിലേക്ക് മാറാൻ കഴിയുമെന്നുള്ളതാണ്. എങ്ങനെയാണ് റസൂലുള്ളാഹി തന്റെ അനുചരന്മാരെ പ്രവാചകൻ മാറ്റിയെടുത്തത് എങ്ങനെയാണ്? പ്രവാചകൻ വിശുദ്ധ ഖുർആനെയാണ് അവരിലേക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. സൂറത്തുൽ ശരിയാണ്, ബോസിനൊന്നും എഴുതണ്ട, പറഞ്ഞു. സൂറത്തുൽ ജുമുഅയാണ്. സൂറത്തുൽ ജുമുഅയാണത്. സൂറത്തുൽ ജുമുഅ എന്ന് പറയാൻ കഴിയാന്നുള്ളത് വലിയ കാര്യം തന്നെയല്ലേ? നിസ്സാര കാര്യമാണത്? അല്ല, വലിയ കാര്യം തന്നെയാണ്. ഒരായത്ത് കേൾക്കുമ്പോൾ ആ ആയത്തിന് എവിടെ നിന്നാണ് എന്നും അതിലെ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത. ഈ ആയത്തുകളൊക്കെ ഓരോന്നിനെ കിതാബിനെ കേൾക്കുമ്പോൾ കിതാബിനെയും, കിതാബ് ഖുർആനാണെന്നും ഹിക്മത്ത് എന്താണെന്നും സക്കീഹിം എന്താണെന്നും വയുഅല്ലിമുഹും എന്താണെന്നും യത്ലു എന്താണെന്നും ഒക്കെ ഒരല്പമെങ്കിലും നമുക്ക് ബോധ്യം വരാൻ തുടങ്ങിയത് പണ്ടേ അങ്ങനെയാണോ? അവ മാറ്റം വന്നതാണോ? അല്ലേ? അതാണ് നമ്മുടെ പഠനത്തിന്റെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അവിടെ നമുക്ക് പ്രായം തടസ്സമൊന്നുമില്ല. പ്രായമോ കാലമോ ദേശമോ ഭാഷയോ ഒന്നും തടസ്സമല്ല. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനിനെ എളുപ്പമാക്കി തന്നിരിക്കുന്നു. ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, ഉറ്റാലോചിക്കാൻ കഴിയുന്നവരുണ്ടോ? യസ്സർന, നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിരിക്കുന്നു എന്നതാണ്. പഠിക്കാൻ നമ്മൾ ഇറങ്ങിയപ്പോ നമ്മളിതൊരു ബാലികേറാ മലയാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. നമ്മൾ ഇറങ്ങിയപ്പോ കുറെയൊക്കെ നമുക്ക് വായിക്കാനും ഉത്തരമെഴുതാനും വായിച്ചു പോയയിടത്ത് നിന്ന് ഉത്തരങ്ങളെ കണ്ടെത്താനും ഒക്കെ സാധിക്കുന്നുണ്ടല്ലോ, അല്ലേ? എന്തുകൊണ്ടാണത്? അത് ഖുർആനെ പഠിക്കാൻ തയ്യാറായപ്പോഴാണ്. അങ്ങനെ നമ്മുടെ പഠനത്തെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഹക്ക തിലാവത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട, റബ്ബേ ഞങ്ങളെ ഒന്നും ഹക്ക തിലാവത്ത് ആയിട്ടില്ലല്ലോ, ഇനിയിപ്പോ എവിടെന്നാ ഇത് തുടങ്ങേണ്ടത്? ഇനി ആദ്യം മുതൽ ഇതുവരെ തുടങ്ങിയതും പഠിച്ചതൊക്കെ വെറുതെ ആയി പോകുമോ എന്ന് വിചാരിക്കാൻ വേണ്ടിയല്ല ഞാൻ ആ വിഷയത്തെ ബോധ്യപ്പെടുത്തിയത്. നമ്മൾ നമ്മുടെ പഠനത്തെ കുറച്ചുകൂടി അതിന്റെ ഗ്രാഫിനെ വളർത്തേണ്ടതുണ്ട്. കുറച്ചുകൂടി ആ പഠനത്തെ ഉയർത്തേണ്ടതുണ്ട്. കുറച്ചുകൂടി ആഴത്തിലേക്ക് ആ ഖുർആനിലേക്ക് മുങ്ങാൻ നമുക്ക് കഴിയണം. റമദാൻ അതിനു പറ്റിയ നല്ല ഒരവസരമാണ്. ആ രൂപത്തിലുള്ള ഖുർആനിന്റെ വായനയാണ്. അല്ലാഹുവിന്റെ റസൂൽ വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി. അവരിലേക്ക് ഖുർആനിനെയാണ് പ്രവാചകൻ ഓതിക്കൊടുത്തത്. വയുസക്കീഹിം, അവരെ പ്രവാചകൻ സംസ്കരിച്ചെടുക്കുകയായിരുന്നു. അവരുടെ സംസ്കാരത്തിന്റെ കാരണം എന്തായിരുന്നു? ഖുർആനായിരുന്നു എന്നതാണ്. സംസ്കരണം ഉണ്ടാകുന്നത് ഖുർആനിലൂടെയാണ്. ഖുർആനാണ് അവരെ മാറ്റം വരുത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനാണ് അവരുടെ ജീവിതത്തെ കൃത്യമായി ഖുർആൻ കൊണ്ട് അവർ വരയ്ക്കുകയായിരുന്നു ജീവിതം എന്നതാണ്. ഖുർആനിന്റെ ചരിത്രവും സ്വഹാബത്തിന്റെ ചരിത്രവും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഖുർആനെ കാലാകാലങ്ങളിലുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമായി തീരാനുള്ളൂ.
ഖുർആനിനെ അറിയുകയും ഖുർആനിനെ മനസ്സിലാക്കുകയും ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതത്തിനുമാണ് കൃത്യമായ ഒരു പരിഹാരം സമൂഹത്തിന് നൽകാൻ കഴിയുകയുള്ളൂ. പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്, നിയമങ്ങളും ശിക്ഷകളുമുണ്ട്. പക്ഷേ കുറ്റങ്ങളും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളും ദിനേന എന്നോണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഖുർആൻ അനുസരിച്ചുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കും. എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു? ഖുർആനിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുന്നു എന്നതാണ്. ഖുർആനിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധ്യമായി തീരേണ്ട നമ്മുടെ മക്കൾ, ആ മക്കളെ ഖുർആനിന്റെ വഴികളിലൂടെ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. ഖുർആൻ പഠിക്കുന്ന മക്കൾ എത്രയാണ്? +2 പഠിക്കുന്ന മകനെ വിളിച്ചിട്ട് ഖുർആൻ എടുത്തു കൊടുത്തിട്ട് വായിക്കാൻ പറഞ്ഞാൽ എത്ര ആയത്തുകൾ അവന് തെറ്റുകൂടാതെ, അവൾക്ക് തെറ്റുകൂടാതെ വായിക്കാൻ കഴിയും? ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും, ഹിന്ദി നന്നായി വായിക്കും, മാത്തമാറ്റിക്സ് നന്നായി ചെയ്യും. ഖുർആൻ വായിക്കുമോ? നമ്മൾ ആലോചിച്ച് നോക്കുക. ഇല്ലെങ്കിൽ അത് എൻ്റെ കുറവാണ്. എൻ്റെ മകൻ അത് വായിക്കുന്നില്ലെങ്കിൽ എൻ്റെ കുറവാണ്. എൻ്റെ മകൾ അത് വായിക്കുന്നില്ലെങ്കിൽ എൻ്റെ കൂടി കുറവാണ് എന്ന് നമ്മളത് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. ഖുർആൻ അവൻ അറിഞ്ഞില്ല, എല്ലാ ഭാഷകളെയും അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് ജർമ്മൻ, യൂറോപ്പ് ഭാഷകളെയൊക്കെ കൈവെള്ളയിലിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ. എന്നാൽ ഖുർആനിന്റെ മുൻപിൽ ധരിച്ചു പോകുന്നവരാണെങ്കിലോ സഹോദരിമാരെ, നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഖുർആനിനെ അറിയാൻ, ഖുർആനിലേക്ക് കൊണ്ടുവരാൻ സാധ്യമായി തീരേണ്ടതുണ്ട്. ഖുർആനാണ് സമൂഹങ്ങളെ മാറ്റിയിട്ടുള്ളത്, കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ ചരിത്രങ്ങളെ മാറ്റിയിട്ടുള്ളത്. ഖുർആനിന്റെ ആയത്തുകളുടെ കഷ്ണങ്ങൾ പോലും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുമായിരുന്നു എന്നതാണ് ചരിത്രം. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, ഹുസൈൻ ഇബ്നു അലി എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ ചരിത്രം കാണാൻ കഴിയും. സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന നല്ല ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നതാണ്. നല്ല ആബിദായിട്ടുള്ള, മുത്തഖിയായിട്ടുള്ള ഒരാൾ. അദ്ദേഹം കുനിഞ്ഞിരുന്ന് ഈ താഴെ ഇരുന്നു കൊണ്ട് വുളു ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടിമ സ്ത്രീ ജാരിയത്ത് അദ്ദേഹത്തിന് കൂജയിൽ നിന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നു. വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഇബിരീക്ക്, ആ കൂജ അവരുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീണു. ശരീരത്തിൽ വീണൊന്ന് മുറിവ് പറ്റി. വെള്ളമുള്ള കൂജയാണ് ശരീരത്തിലേക്ക് വീഴുന്നത്. അദ്ദേഹം ദേഷ്യം കൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കുന്ന വേളയിലാണ് സൂറത്ത് ആൽ ഇമ്രാനിലെ 134-ാമത്തെ വചനത്തിന്റെ ഒരു ഭാഗം അവർ ഓതുന്നത്. വൽ കാളിമീനൽ ഗൈള, കോപം അടക്കി വെക്കുന്നവരാണവർ. നമ്മളാലോചിക്കുക, നമുക്ക് കോപം ഇങ്ങനെ തരിച്ച് മറ്റേ വിരലുമേന്ന് മുകളിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളോട് വൽ കാളിമീനൽ ഗൈള എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിൽക്കൂ. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖലംതു ഗൈളി, ഞാൻ എൻ്റെ കോപത്തെ അടക്കിയിരിക്കുന്നു എന്നാണ്. ഖുർആനാ കേൾക്കുന്നത്. കേൾക്കുമ്പോഴാണ് കാളിമീനൽ ഗൈളിനെ ഓർമ്മ വരുന്നത്. കാളിമീനൽ ഗൈളിനെ ഓർമ്മ വരുമ്പോഴാണ് ഖലംതു ഗൈളി, ഞാൻ എൻ്റെ കോപത്തെ അടക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തേത് അവർ പറയുന്നത് വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്ന ആളുകൾ. അയൽവാസിയുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കാൻ, അയൽവാസിയോട് തട്ടിക്കയറാൻ നിൽക്കുന്ന സമയത്ത് അയൽവാസി നമ്മുടെ മുൻപിൽ വന്നിട്ട് വൽ ആഫീന അനിന്നാസ്, നമ്മളെന്താ പറയാ അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക, അവിടേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. നിന്റെ ആഫീനൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് പറയാനുള്ളത് ഞാനങ്ങ് പറയട്ടെ എന്നായിരിക്കുന്നു. ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തിട്ടായിരിക്കും അടുത്ത പണി നമ്മൾ എടുക്കുക. ആ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖദ് അഫല്ലാഹു അൻകി, നിനക്ക് അല്ലാഹു പുറത്തു തരട്ടെ. അപ്പൊ ആ ജാരിയത്ത് പറയുന്നുണ്ട്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനുകളെ ഇഷ്ടപ്പെടുന്നവനാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഫദ്ഹബി, നീ പൊയ്ക്കൊള്ളുക, അൻതി ഹുറ, നീ ഇത്രയും കാലം എൻ്റെ അടിമയായിരുന്നു, നീ ഇന്നു മുതൽ സ്വതന്ത്രയാണ് എന്ന് പറഞ്ഞ് ആ ഒരു കൂജ ശരീരത്തിലേക്ക് വീണ വേളയിൽ പറഞ്ഞ ഒരായത്താണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അടിമ സ്ത്രീയെ മോചിപ്പിച്ചുകൊണ്ട് ആ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ പറയുന്നത്. നോക്കൂ നിങ്ങൾ,
ഖുർആനിന്റെ വചനങ്ങളെ അവർ എത്രത്തോളം അവരുടെ ജീവിതത്തിലേക്ക് ഹഖ്ക തിലാവതിഹി, ഖുർആനിനെ അത്തരത്തിൽ പിന്തുടരാൻ കഴിഞ്ഞവരായിരുന്നു എന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാം. സൂറത്തുൻ നൂറിന്റെ ആദ്യ ഭാഗങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് മിസ്തഹ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സേവനങ്ങളൊക്കെയും നിർത്തിക്കളയുമെന്നാണ് അവർ പ്രഖ്യാപിച്ചു പോകുന്നത്. ആ പ്രഖ്യാപിക്കുന്ന വേളയിലാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുന്നത്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ അയ്യുതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫൂ വൽയസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. സൂറത്തുൻ നൂറിലെ 22-ാമത്തെ ആയത്താണ്. നമ്മൾ ഈ ആയത്ത് മുഴുവൻ വായിച്ചില്ലെങ്കിലും അവസാനത്തെ ഒരു ഭാഗമുണ്ടല്ലോ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, ഇത് നമ്മളൊന്ന് വായിക്കണം. നൂറിലെ 22 മറക്കണ്ട, 22 ഇതൊന്ന് വായിക്കണം. എന്താണെന്നറിയാമോ? ഇത് വായിച്ചാലേ പിന്നെ നമുക്കിത് ആർക്കും പുറത്തു കൊടുക്കാതിരിക്കാൻ പറ്റൂല, മാപ്പ് നൽകാതിരിക്കാൻ പറ്റൂല, വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാൻ പറ്റൂല. നമ്മൾ ചെയ്തു പോകും. അദ്ദേഹം ആരാണ്? മിസ്തഹ്. ആരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു? മിസ്തഹ് റളിയല്ലാഹു അൻഹു ചെയ്തെന്താ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഭാര്യയെ പറ്റിയാണ് വ്യഭിചാരാരോപണം നടത്തുന്നത്. നിസ്സാര കാര്യമല്ല, വ്യഭിചാരാരോപണം നടത്തുകയാണ്, പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, ഇന്നലെ വരെ നിനക്ക് നൽകിയിരുന്ന എല്ലാ സേവനങ്ങളും സഹായങ്ങളും നിർത്തിവച്ചിരിക്കുന്നു. നമുക്ക് വ്യഭിചാരാരോപണം വേണോ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉപകാരം നിർത്തിവെക്കാൻ? നിസ്സാര കാര്യം മതി, അന്ന് മുതൽ നീ ശരിയാക്കി തരാട്ടോ എന്ന് പറയും. പക്ഷേ അപ്പോഴാണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങുന്നത്, നിങ്ങളിൽ വിഭവങ്ങളുള്ളവർ, വിശാലതയുള്ളവർ, നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ നൽകുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ പാടുള്ളതല്ല. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഭയങ്കര ചോദ്യമാണ്, അപ്പൊ വല്ലാത്ത ചോദ്യം അത്. അലാ തുഹിബ്ബൂന വൽയഅഫൂ വൽയസ്ഫഹൂ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, മാപ്പ് നൽകുക. അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ആരാ ഇഷ്ടപ്പെടാത്തത്? അല്ലാഹ് പുറത്തു തരണമെന്നല്ലേ നമ്മൾ രാവിലെയും വൈകുന്നേരവും രാത്രിയും പാതിരാവിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. പഠിച്ചവനെ പുറത്തു തരണേന്നല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ തേട്ടം മുഴുവൻ അതല്ലേ. റബ്ബ് നമുക്ക് പുറത്തു തന്നില്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ളവർ, നമ്മൾ ആരാ? എന്താ നമുക്കുള്ള അർഹത? എന്താ നമ്മുടെ കയ്യിലുള്ളത്? അപ്പൊ അള്ളാഹ് ചോദിക്കുന്നത് എന്താ? നിങ്ങൾ വേറൊരാൾക്ക്, നമ്മുടെ അയൽവാസിക്ക് പുറത്തു കൊടുക്കാൻ വിട്ടൊരു 1/2 ഇഞ്ചിന് നമ്മൾ കൊടുക്കാൻ തയ്യാറില്ല. എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന റബ്ബേ എനിക്ക് പുറത്തു തരണേ നിങ്ങൾ ചോദിക്കാണോ? നമ്മുടെ ഉമ്മാക്ക് 1 ഇഞ്ച് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല, നമ്മൾ ഒന്ന് താഴ്ന്നു കൊടുക്കാൻ തയ്യാറില്ല. എന്നിട്ടാണ് ഇപ്പുറത്ത് വന്നിട്ട് നിസ്കരിച്ചിട്ട് റബ്ബന ഗ്ഫിർ ലനാ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മകൾക്ക് നമ്മൾ ഒന്ന് വിട്ടുകൊടുക്കാൻ, നമ്മുടെ സഹോദരിക്ക്, സഹോദരന് ഒരല്പം വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറില്ല. ഞാൻ മാത്രം വിട്ടുവീഴ്ച ചെയ്താൽ മതി, അവർക്കും പറ്റൂല. ഇത് നമ്മുടെ ചോദ്യം അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്താ? റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ, ഞങ്ങളോട് നീ ക്ഷമിക്കണേ. ഞങ്ങൾ ആരോട് ക്ഷമിക്കൂല, നമ്മൾ ആർക്കും വിട്ടുകൊടുക്കൂല, നമ്മൾ ആർക്കും മാപ്പ് കൊടുക്കൂല. റബ്ബേ എനിക്ക് മാപ്പ് തരണേ. അതാ അല്ലാഹ് ചോദിച്ചത്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ലേ? എങ്കിൽ അതിന്റെ വാക്യം എന്താ? നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പുറത്തു കൊടുക്കണമെന്നാണ്. ഈ ആയത്ത് കേട്ട സമയത്ത് ഈ ആയത്തിനെ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾക്കൊണ്ടത് എങ്ങനെയാണ്? അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ മാറ്റുകയായിരുന്നു. കൊടുക്കൂല എന്ന് പറഞ്ഞത് ആ സമയം, ആ നിമിഷം. നമ്മളാണെങ്കിൽ ഞാൻ ഒന്ന് നോക്കട്ടെ, ഖുർആനിൽ അങ്ങനെ ആയത്ത് ഉണ്ടോ എന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ ഉള്ളതാണോ എന്ന് പറഞ്ഞ് ആലോചിക്കുന്നതിനപ്പുറം അവർ അവരുടെ ജീവിതത്തെ മാറ്റുകയായിരുന്നു എന്നതാണ് ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ ഇങ്ങനെ പോയാൽ സുന്ദരമായ ചരിത്രങ്ങൾ ഇങ്ങനെ വൈകുന്നേരം വരെ കേട്ടിരിക്കാനുണ്ട്. വിശുദ്ധ ഖുർആനിനെ പറ്റി അവരോട് ചോദിക്കുന്നുണ്ട്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, കൈഫ കാന അസ്ഹാബു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബുകൾ എങ്ങനെയായിരുന്നു? ഇദാ സമിഉൽ ഖുർആൻ, അവർ ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ കാലത്ത്. അസ്മാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തദ്മഉ അയ്യുനുഹും, അവരുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുമായിരുന്നു. വതഖശഇറു ജുലൂദുഹും, അവരുടെ തൊലികൾ ഇങ്ങനെ വിറക്കുമായിരുന്നു. കമാ നഅതുഹുമുല്ലാഹ്, അല്ലാഹു അവരെ വിളിക്കുന്നത് പോലെ, അല്ലാഹു അവരെ ക്ഷണിക്കുന്നത് പോലെ അവരുടെ കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാൻ കഴിയും. ചില ആയത്തുകൾ കേട്ടാൽ വീട്ടിൽ നിന്നിറങ്ങാതെ അദ്ദേഹത്തിന് രോഗം ബാധിച്ച് വീട്ടിലായി പോയതാണോ എന്നോർത്തുകൊണ്ട് അവരങ്ങനെ ഇരിക്കുമായിരുന്നു എന്നതാണ്. അങ്ങനെയുള്ള ധാരാളം ചരിത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ കേൾക്കുമ്പോ അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആത്ത് أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. തമീമുദ്ദാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രമാണ്. അദ്ദേഹം ഈ ആയത്തുകൾ കേട്ടിട്ട്, ആ ആയത്തുകൾ കേട്ട് യർകഉ വയസ്ജുദു വയബ്കി, അദ്ദേഹം സുജൂദ് ചെയ്ത് റുകൂഅ് ചെയ്ത് കരയുകയായിരുന്നു എന്നാണ്. എന്താണ് ആയത്തുകൾ പറയുന്നത്? തിന്മകൾ പ്രവർത്തിച്ചവർ വിചാരിക്കുകയാണോ, അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആത്ത്, അങ്ങനെ അവർ അം നജ്അലുഹും കല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, അവരും തിന്മ ചെയ്ത ആളുകളും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകളും അവരൊക്കെ ഒരുപോലെയാണോ? അവരുടെ ജീവിതവും സവാഅം മഹിയാഹും വമമാതുഹും, അവരുടെയും ഇവരുടെയും ജീവിതവും മരണവും ഒരുപോലെയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? തെറ്റ് ചെയ്യുന്ന ആളുകൾ, നന്മയും സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന ആളുകൾ, രണ്ടുപേരുടെയും മഹിയാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവും രണ്ട് കൂട്ടരുടെയും ഒരുപോലെയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ആ ആയത്തുകളിൽ കണ്ണു നിറഞ്ഞ് സുജൂദ് ചെയ്ത് റുകൂഅ് ചെയ്ത് അവരങ്ങനെ ഫലം യസൽ യുറദ്ദിദുഹാ ഹത്താ അസ്ബഹ, നേരം വെളുക്കുന്നത് വരെ ആ റുകൂഇൽ തന്നെയായിരുന്നു അവർ എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം ഇറങ്ങിയ വേളയിൽ മൻ ദല്ലദീ യുക്രിദുല്ലാഹ ഖറളൻ ഹസന ഫയുളാഇഫുഹു ലഹു അദ്ആഫൻ കസീറാ വല്ലാഹു യഖ്ബിലു വയബ്സുതു വഇലൈഹി തുർജഊൻ. ബഖറയുടെ 245-ാമത്തെ വചനം. ഈ ആയത്ത് കേൾക്കുമ്പോൾ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരികിലേക്ക് ഓടി വരികയാണ്. എന്താണ് അല്ലാഹു പറയുന്നത്? മൻ ദല്ലദീ, ആരാണ് നിങ്ങളിലുള്ളത്? യുക്രിദുല്ലാഹു ഖർളൻ ഹസന, അല്ലാഹുവിനു കടം കൊടുക്കുന്നവരായി. അല്ലാഹുവിന് കടം കൊടുക്കാൻ ആരാണ് നിങ്ങളിൽ തയ്യാറുള്ളത്? ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറാ, അവർക്ക് ഇരട്ടിയായി അവർക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും എന്നാണ്. ഇത് കേൾക്കേണ്ട താമസം അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരികിലേക്ക് ഓടി വന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, വ ഇന്നല്ലാഹ യുരീദു മിന്നൽ ഖർള്, അല്ലാഹ് നമ്മളിൽ നിന്ന് കടം ചോദിക്കുകയാണോ? അല്ലാഹ് കടം ചോദിച്ചതാണോ പ്രവാചകരെ?
നഅം യാ അബദ്ദഹ്ദാ, അതേ അബുദ്ദഹ്ദാ എന്ന് പറയുന്ന സമയത്ത് കാല അദ്ദേഹം പറയുകയാണ്, അരിനീ യദക യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ താങ്കളുടെ കൈകൾ ഇങ്ങോട്ട് നീട്ടുക. ഫനാവലഹു യദഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ അങ്ങനെ നീട്ടിയപ്പോൾ കാല ഇന്നി ഖദ് അഖറൽതു റബ്ബി ഹൈതി, എന്റെ തോട്ടം ഇതാ ഞാൻ അല്ലാഹുവിന് കടം നൽകിയിരിക്കുന്നു. ഫീഹി 600 നഖ്ല, അതിൽ 600 ഈത്തപ്പനകളുണ്ട്. ആയത്ത് കേൾക്കുമ്പോ ഹഖ്ക തിലാവതിഹി, ആ ഖുർആനിന്റെ പാരായണത്തെ അവർ എങ്ങനെയാണ് സഹാബികൾ സ്വീകരിച്ചിരുന്നത് നമ്മൾ ആലോചിച്ചു നോക്കുക. അങ്ങനെ അബൂദഹദാ റളിയല്ലാഹു അൻഹു എന്നിട്ട് അല്ലാഹു റസൂലിനോട് പറയുന്നുണ്ട്, അവിടെ ആ ദഹ്ദാഇന്റെ ഉമ്മയും അവരുടെ കുടുംബവും അവിടെയുണ്ട് പ്രവാചകരെ. അവർ വീട്ടിലേക്ക് വന്ന് അല്ലാഹുവിന്റെ റസൂലിന് 600 ഈത്തപ്പനകളുള്ള തോട്ടം നൽകിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഭാര്യയെ വിളിക്കുകയാണ്, യാ ഉമ്മ ദഹ്ദാ, അല്ലയോ ഉമ്മു ദഹ്ദാഹേ, കാലത്ത് ലബ്ബൈക് എന്താണെന്ന് വിളിക്കുത്തരം നൽകിക്കൊണ്ട് വരുമ്പോ അഖ്രിജി ഫഖദ് അഖറൽതുഹു റബ്ബി, ഇവിടെ നിന്ന് നീ പുറത്തു പോവുക, ഞാനിത് റബ്ബിന് കടം നൽകിയിരിക്കുന്നു. നമ്മളോടാണ് പറയണെങ്കിലോ അല്ലേ, ഈ മനുഷ്യനെ ഏത് ആശുപത്രിയിലാണ് കൊണ്ടുപോകണ്ടേ നമ്മൾ ആലോചിക്കും. എപ്പോ മുതലാ തുടങ്ങിയെന്ന് ചോദിക്കും. ഉള്ളത് മുഴുവൻ കൊടുത്തുകൊണ്ട് വന്നേക്കാണോ? ഉമ്മു ദഹ്ദാഇന്റെ മറുപടി എന്തായിരുന്നു? റബിഹ ബൈഅക യാ അബദ്ദഹ്ദാ, റബിഹ ബൈഅക, താങ്കളുടെ കച്ചവടം ലാഭകരമായിരിക്കുന്നു എന്നാണ് ഭാര്യ പറയാൻ. ഭാര്യ മക്കളെല്ലാവരും ഉള്ള ഒരു കുടുംബത്തിലെ 600 ഈത്തപ്പന ആകണ്ടായിരുന്ന വലിയൊരു തോട്ടം അല്ലാഹുവിന് കടം കൊടുത്തിട്ട് അത് വന്ന് ഭാര്യയോട് പറയുമ്പോ ഭാര്യ പറയാൻ, റബിഹ ബൈഅക യാ അബദ്ദഹ്ദാ, എല്ലാം നൽകിയ താങ്കൾക്ക് അല്ലാഹു ലാഭം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാര്യ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. ഇങ്ങനെ ശുദ്ധ ഖുർആനിന്റെ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആയത്തുകൾ കേട്ട് ആ ആയത്തുകളെ സഹാബി വനിതകളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ അവരെ സ്വീകരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, സ്വഹാബ വനിതകളുടെ ചരിത്രങ്ങൾ എന്ത് രസമായിട്ടാണ് ചരിത്രങ്ങളിലൂടെ വിശദീകരിക്കുന്നത്. ഉമ്മു സുലൈം ബിൻത് മിൽഹാൻ റളിയല്ലാഹു അൻഹയെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉമ്മു സുലൈം അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹയുടെ ഭാര്യയാണ് ഉമ്മു സുലൈം ബിൻത് മിൽഹാൻ എന്ന് പറയുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് അവർ. അവർക്ക് മഹറായി കിട്ടിയത് എന്താ? മഹറായി കിട്ടിയത് ഭർത്താവിന്റെ ഇസ്ലാം സ്വീകരണമായിരുന്നു. സമ്പന്നനായ ഭർത്താവ് വന്നിട്ട് എന്താണ് നിനക്ക് മഹർ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സുന്ദരിയായ ഉമ്മു സുലൈം താങ്കളുടെ ഇസ്ലാമല്ലാത്ത ഒരു മഹറും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇസ്ലാമിനെ മഹറായി സ്വീകരിച്ച ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഞാൻ ഇന്നലെ ഇരുന്ന് വായിക്കുന്ന രാത്രി ഒരു 1:15 മണി സമയമായപ്പോഴാണ് ഇങ്ങനെ ഇവിടേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനിൽ ഇരുന്ന് വായിക്കുന്നത്. ആ ചരിത്രം ഇങ്ങനെ വായിച്ചപ്പോ അതിൽ നമുക്ക് കിട്ടാവുന്ന വലിയ വലിയ സന്തോഷങ്ങൾ, ആ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ചരിത്രം എന്ന് പറയുന്നത്, യുദ്ധത്തിന്റെ വേളകളിൽ യുദ്ധരംഗങ്ങളിലേക്ക് ഇറങ്ങി വെള്ളവുമേന്തി സ്വഹാബത്തിന്റെ പടയാളികളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇറങ്ങും. വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പടക്കളത്തിൽ ശക്തമായി മുന്നോട്ട് വന്നിരുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. പ്രവാചകൻ യുദ്ധത്തിന് പോകണമെന്ന് പറയുമ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നിട്ട് പറയുകയാണ്, നബിയുടെ യുദ്ധ തീരുമാനം അറിയിക്കുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുന്നത് താനും കൂടി അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് എന്നതാണ്. ഉഹുദ് യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ എല്ലാവരും തിരിഞ്ഞോടുന്ന വേളയിൽ പ്രവാചകന്റെ അരികിൽ നിന്ന് പ്രവാചകനെ സ്വീകരിച്ച പ്രവാചകന്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകളെ സ്വീകരിക്കുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും.
ഇങ്ങനെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹ ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പൂർണ്ണ ഗർഭിണിയായ ഉമ്മു സുലൈമിന്റെ അടുത്ത് വന്നാണ് അനുവാദം ചോദിക്കുന്നത്. പൂർണ്ണ ഗർഭിണിയാണ്. ഉമ്മു സുലൈം പറയുന്നത് ഞാനും താങ്കളോടൊപ്പം വരുന്നുണ്ട് എന്നായിരുന്നു. ഉമ്മു സുലൈം പറയുമ്പോ അബൂ തൽഹ പ്രവാചകന്റെ അരികിൽ വന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, ഉമ്മു സുലൈം പൂർണ്ണ ഗർഭിണിയാണ്. ആ ഗർഭിണിയാകുന്നത് ഒരു മകൻ മരിച്ച് വീട്ടിലേക്ക് വരുന്ന വേളയിൽ ഭർത്താവിനെ അറിയിക്കാതെ ഭർത്താവുമായി ശയിക്കുന്ന രംഗത്തെ ചരിത്രത്തിൽ നമ്മൾ കാണാൻ കഴിയും. വിശദീകരിക്കുന്നില്ല, നമ്മൾ പഠിച്ചൊരു ചരിത്രമാണത്. മുസ്ലിമിന്റെ ചരിത്രങ്ങളെ പേജുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഒരു ചരിത്രമാണ് മുസ്ലിം റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. നമ്മളെടുത്ത് വായിക്കേണ്ട ഒരു ചരിത്രമാണത്. അങ്ങനെ പ്രവാചകൻ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുകയാണ്. നീ നിന്റെ ഭാര്യയെയും കൂട്ടി പോന്നോളൂ എന്ന് പറഞ്ഞ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്ന് പൂർണ്ണ ഗർഭിണിയായ ഉമ്മു സുലൈമിനെയും കൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിനിറങ്ങിത്തിരിക്കുന്ന ആ ഒരു രംഗത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹുനൈൻ യുദ്ധത്തിലായിരുന്നു അവർ പങ്കെടുത്തിരുന്നത്. ഹുനൈൻ യുദ്ധത്തിൽ നമുക്കറിയാം ഒരൽപ്പം പരാജയം നേരിടുന്ന ഒരു രംഗമായിരുന്നു ഹുനൈൻ യുദ്ധത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും ഇരുണ്ട് തിരിഞ്ഞോടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ 100ഓളം മുസ്ലിമുകൾ മാത്രം അവശേഷിക്കുന്ന സമയത്താണ് പൂർണ്ണ ഗർഭിണികൾ പ്രസവിച്ചു പോകുന്ന ദുർഘടമായ കഠിനമായ ചൂടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആ വേളയിൽ എല്ലാ ഒട്ടകങ്ങളും വിരണ്ടോടിയപ്പോൾ തൻ്റെ ഒട്ടകത്തെ ഓടാൻ സമ്മതിക്കാതെ അവർ പിടിച്ചു നിർത്തുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കാൻ തയ്യാറായി സമയമായെന്ന് ഓടിയവരോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു രംഗത്തെ കാണാൻ കഴിയും. പ്രവാചകനോട് വന്ന് പ്രവാചകന്റെ അരികിലേക്ക് വരുന്നുണ്ട്. പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഉമ്മു സുലൈമേ നീയോ? പ്രവാചകൻ അറിയാം ഉമ്മു സുലൈമിനെ. പൂർണ്ണ ഗർഭിണിയായ ആ രംഗത്ത് പ്രവാചകന്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രംഗമായിരുന്നു അത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു സാഹസത്തിന് തൻ്റെ മുണ്ട് അരക്ക് കെട്ടിയിട്ട് പൂർണ്ണ ഗർഭിണിയായ ഉമ്മു സുലൈം ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു യുദ്ധരംഗത്ത് ഉമ്മു സുലൈം റസൂലിനോട് പറയുന്നുണ്ട്, വിരണ്ടോടിയവരെയൊക്കെ പ്രവാചകരെ അങ്ങ് കൊന്നുകളയണം, അത് അർഹിക്കുന്നവരാണ് എന്ന്. അല്ലാണ്ട് റസൂൽ ചോദിക്കുന്നു, നമുക്ക് അള്ളാഹു പോരെ ഉമ്മു സുലൈം എന്ന് അവരോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് പൂർണ്ണ ഗർഭിണിയായ ഉമ്മു സുലൈമിൻ്റെ അരയിലൊരു കഠാരി കാണുന്നത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു തിരുമേനി കേൾക്കെ ചോദിക്കുന്നുണ്ട്, ഉമ്മു സുലൈം, നിന്റെ പക്കലുള്ള ഈ കഠാര എന്തിനാണ്? എന്നെ ഏതെങ്കിലും മുശ്രിക്ക് സമീപിച്ചാൽ അവൻ്റെ ഉദരം കുത്തിക്കീറാനുള്ള കഠാരയാണെന്ന് പറഞ്ഞാണ് ഉമ്മു സുലൈം അതിന് മറുപടി നൽകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ ചെന്നു, അപ്പോൾ എൻ്റെ മുൻപിലായി ഒരാൾ പെരുമാറ്റം ഞാൻ കേട്ടു. അത് മിൽഹാന്റെ മകൾ ഉമൈസ ആയിരുന്നു, ഈ ഉമ്മു സുലൈം ആയിരുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു. സ്വർഗത്തെ അത്രമേൽ ആഗ്രഹിച്ചുപോയ കുതിച്ചുപോയ ആളുകളായിരുന്നു സഹാബത്ത് എന്ന് പറയുന്നത്. അത്രമേൽ സ്വർഗം കുതിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ വായിച്ച് പഠിക്കാൻ, അറിയാൻ, അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സമയം ദീർഘിച്ചു പോകും. പറയാൻ കുറേ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തിലാവത്തിനെ തന്നെ പറഞ്ഞാൽ തീരാത്തത്ര വിശദമായൊരു ഭാഗമാണ് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആരാണ് പ്രവാചകരെ ഖൈറുന്നാസ്, ജനങ്ങളിൽ ഉത്തമർ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു റസൂൽ പറയുന്നത്, മൻ ത്വാല ഉംറുഹു, ആരുടെ ആയുസ്സാണ് വർദ്ധിച്ചു കിട്ടിയത്, വഹസുന അമലുഹു, ആരുടെ കർമ്മങ്ങളാണ് നന്നായി തീർന്നത്, അവനാണ് ഉത്തമൻ. അള്ളാഹു നമുക്ക് നമ്മുടെ ആയുസ് ഒരല്പമെങ്കിലും നീട്ടിയിട്ടുണ്ടെങ്കിൽ
ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരത്തിന് കൂടിയാണ്. എൻ്റെ ആയുസ് എൻ്റെ മക്കളെ കെട്ടിക്കാനോ പുരയിടം വാങ്ങാനോ ഒരു വീടുണ്ടാക്കാനോ അല്ല, എനിക്ക് ഖുർആനിനെ ഒന്നുകൂടി പഠിക്കാനുള്ളൊരു അവസരമായിട്ടാണ് അള്ളാഹു എനിക്ക് നൽകിയത് എന്ന ഒരു തിരിച്ചറിവിൽ നിന്ന് ഖുർആനിനെ പഠിക്കാൻ നമുക്ക് കഴിയണം. ഖുർആൻ ചോദിക്കുന്നുണ്ട്, തൻസീലും മിർ റബ്ബിൽ ആലമീൻ അഫബിഹാദൽ ഹദീസ് അൻതും മുദ്ഹിനൂൻ. നിങ്ങൾക്കിങ്ങനെ പുറംപൂച്ച് കാണിക്കാനാണോ ഖുർആനുള്ളത്? നിങ്ങൾക്കിങ്ങനെ ആളാവാൻ വേണ്ടിയാണോ ഖുർആനുള്ളത്? നിങ്ങൾ അമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ. സൂറത്തുൽ വാഖിഅയുടെ 80 മുതൽ 96 വരെയുള്ള വചനങ്ങളാണ്. ഖുർആൻ ചോദിക്കുന്ന ചോദ്യങ്ങളെ, വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ, ഖുർആനിനെ അറിയാൻ, തിലാവത്തിനെ ഏത് രൂപത്തിലാണോ ആ രൂപത്തിലേക്ക് തിലാവത്തിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. എപ്പോഴാണ് അവസാനിച്ചു പോവുക എന്ന് നമുക്കറിയില്ല. നമ്മുടെ ജീവിതം ഏതൊരു സമയത്തും തീർന്നു പോകാവുന്ന, നിലച്ചു പോകാവുന്ന ഒരു ജീവിതമാണ് അല്ലേ? മരിച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്നതല്ല, മരിച്ചിട്ട് വീഴുന്നതാണ്. സാധാരണ പറയലെന്താ, കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ്. എപ്പോഴാണ് വീഴല്? മരിച്ചു കഴിയുമ്പോൾ, മരിച്ചു കഴിഞ്ഞ ഒരാൾ അയാൾക്ക് പിന്നെ 2 കാലിൽ നിൽക്കാൻ കഴിയാതാകുമ്പോഴാണ് വീഴുന്നത്. മരിച്ചു വീഴുകയാണ് എത്ര ആളുകൾ, യുവാക്കൾ, യുവതികൾ, കുട്ടികൾ, മക്കൾ. എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തകളിലൂടെ നടക്കാറുണ്ട്, റമദാനിൽ പ്രത്യേകിച്ച്. കാരണം അവിടെ നൽകാറുള്ള ഇഫ്താർ വിഭവങ്ങൾ നൽകാൻ വേണ്ടിയാണ്. ജനറൽ ഹോസ്പിറ്റലിൽ 14 വർഷമായിട്ടും മെഡിക്കൽ കോളേജിൽ 3 വർഷമായിട്ട് നമ്മൾ ISMന്റെ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇഫ്താർ എന്ന് പറയുന്നത്. രാവിലെ പോയി ടോക്കൺ കൊടുക്കും, വൈകുന്നേരം അവർക്കുള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. വല്ലാത്തൊരു സന്തോഷമാണ്. മിനിഞ്ഞാന്ന് ടോക്കൺ കൊടുക്കാൻ പോയപ്പോൾ ഒരു സഹോദരി, ഉമ്മയുടെ കൂടെ ഒരു സഹോദരി അവിടെ നിന്നിട്ട് ഉമ്മയെ ചികിത്സിക്കാൻ വന്ന സഹോദരിയുടെ വർത്തമാനം, മരിക്കുന്നത് വരെയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തോ ചെയ്തത്? ഒന്നും ചെയ്തില്ല, കുറച്ച് ഭക്ഷണം കൊടുത്തു, അത്രയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളെക്കാൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളെ കിട്ടുന്ന ഒരു രംഗമാണ് നമ്മൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. നമ്മൾ പല ആളുകളിൽ നിന്ന്, നിങ്ങളൊക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ടാവും, പല ആളുകളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചിട്ടാണ് നമ്മൾ ആ പ്രവർത്തനം ചെയ്യുന്നത്. അത് നൽകുന്നവർക്കൊക്കെയാണ് ആ പ്രാർത്ഥന. ഇനി ഞാനൊരു ഉമ്മയോട് ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ, മോനെ അടിപൊളി ഭക്ഷണം, ഞങ്ങൾ ഈ ഭക്ഷണം ഇല്ലായിരുന്നെങ്കിൽ നോമ്പ് പോലും നോൽക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ഒരു സ്ത്രീ പറഞ്ഞത്, ഞങ്ങൾ അത്താഴത്തിന് കൂടി ഈ ഭക്ഷണം മാറ്റി വെക്കാറുണ്ടായിരുന്നു. നമ്മളെന്താ ചെയ്തത്? കുറച്ച് ഭക്ഷണം, കുറെ ആൾക്കാരിന്ന് ഫണ്ട് ശേഖരിച്ച് കുറച്ച് ഭക്ഷണം അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഇതുപോലെയുള്ള കർമ്മങ്ങളെ, പ്രവർത്തനങ്ങളെ ഈ പെരുമ്പടന്നയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നാൽ നമുക്ക് അത്തരത്തിലുള്ള വലിയ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സ്ത്രീകളാണെന്ന് വിചാരിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തവരൊന്നുമല്ല. നമുക്ക് ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ വിചാരിച്ചാൽ, നമുക്കൊന്ന് ഒത്തുചേർന്നാൽ, നമുക്ക് എത്ര പേരെ സഹായിക്കണം, എത്ര പേരിലേക്ക് സന്ദേശം എത്തിക്കണമെന്ന് വിചാരിച്ചാൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളിലേക്കും ഈ സന്ദേശങ്ങളെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും. നമ്മൾ അങ്ങനെയൊരു തീമായിട്ട്, വെളിച്ചം പഠനവേദി എന്ന് പറയുന്നത് അങ്ങനെയൊരു കനിവിൻ്റെ കൂടി, ഒരു കരുണയുടെ കൂടെ വേദിയാക്കി മാറ്റാൻ കഴിയുമോ എന്ന് നിങ്ങളുടെ ഉറക്കം കെടുത്തണം. എൻ്റെ ഈ വർത്തമാനം, എൻ്റെ ഈ സംസാരം നിങ്ങളുടെ ഉറക്കം കെടുത്തണം. എനിക്കെന്ത് ചെയ്യാൻ കഴിയും ഈ പ്രായത്തിലോ എന്നില്ല, ഏത് പ്രായത്തിലും നമുക്ക് കഴിയും. ഞങ്ങളുടെ നാട്ടിൽ ദയാ ഓർഫൻ കെയർ നടത്തുന്നത് 50, 60, 70 കഴിഞ്ഞ പ്രായമുള്ളവരാണ്. ഒരു പണിയില്ലാഞ്ഞിട്ടല്ല, അതിൻ്റെ ഇടയിൽ വിറകച്ചവടം, അതുപോലെ തന്നെ വെറുതെ ഇരിക്കുന്നവരും കുടുംബത്തെ നോക്കുന്നവരൊക്കെ ഉണ്ട്. അവർ 100 അനാഥ മക്കൾക്ക് എല്ലാ മാസവും 1200 രൂപ വീതം കൊടുത്തുകൊണ്ടിരിക്കാൻ. അവിടെ ഒരു വലിയ ദയാഭവൻ എന്ന് പറയുന്ന ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ മറ്റേ കാരുണ്യഹസ്തമായിക്കൊണ്ടുള്ള സൗജന്യമായി നൽകാൻ കഴിയുന്ന, രോഗികൾക്ക് കിടക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഓർഫൻ കെയറും മറ്റുള്ള സെന്ററുകളും ഒക്കെ ആയിട്ട് ഒരു വലിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. പ്രായമുള്ളവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. സ്ത്രീകളുടെ ഒരു സംഘം ഇറങ്ങിക്കൊണ്ടാണ് ഒരു മയ്യത്ത് സംസ്കരണ കേന്ദ്രം ഉണ്ടാക്കണം എന്ന് അതിൽ തീരുമാനിച്ച് അവർ കളക്ഷന് വേണ്ടി ഇറങ്ങിയത്. സ്ത്രീകളാണ് ഇറങ്ങിയത്. നമുക്ക് കഴിയും. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ഉറക്കം കെടുത്തണം എൻ്റെ ഈ സംസാരം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
നമ്മൾ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. കുടുംബശ്രീക്കാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും. അവർ ആഴ്ചയിൽ ഒരുമിച്ച് കൂടിയിട്ട് ചെറിയ 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 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിനേക്കാൾ നമ്മൾ ഒരുമിച്ച് കൂടി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം പരലോക ഭവനം, സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം ഒരു മസ്കനായി കിട്ടിയാൽ പിന്നെ എന്ത് വേദനയും, പറഞ്ഞു എന്ത് വേദനയും പ്രയാസവും. മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ ടോക്കൺ കൊടുക്കാൻ പോകുമ്പോൾ അവിടെ കിടക്കുന്ന ഉമ്മമാരുടെ, ഉപ്പമാരുടെ, സഹോദരിമാരുടെ, സഹോദരങ്ങളുടെ ആരും പ്രായമെത്തിയവരല്ല. ഇന്നലെ ഒരു ഉപ്പ ഞങ്ങളോട് 12 വയസ്സുള്ള മകൻ സൈക്യാട്രി പേഷ്യൻ്റ് ആയിട്ട് അവിടെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. മാവേലിക്കരയിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ആളുകൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഉറങ്ങിക്കിടക്കുന്നെങ്കിലും നടക്കുന്നേ, ദൈനംദിനം കബറോടതാ അടുക്കുന്നേ, ഗർഭാശയം വിട്ടത് മുതൽ സഫറാണേ, അടുത്തുള്ള സ്റ്റേജും സോദരാ കബറാണേ. ഗർഭാശുമാന്റെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന അന്ന് മുതൽ ഓട്ടാ. ഞാൻ അടുത്തുള്ള സ്റ്റേജ് നിൽക്കണത് എപ്പോഴാ? ഖബറിലെത്തുമ്പോഴാണ് നമ്മൾ നിൽക്കുക. ഓടാണ് നമ്മൾ. ആ ഓട്ടത്തിനിടയിൽ ഹഖ്ഖ തിലാവത്തിഹി, ആ തിലാവത്തിനെ കേൾക്കുമ്പോൾ റഹീം പഠിക്കുമ്പോൾ റഹ്മത്ത് ചെയ്യണമെന്ന് നമ്മൾക്ക് തോന്നും. ആ റഹ്മത്ത് ചെയ്യാൻ ഒരുമിച്ച് കൂടിയാലോ എന്ന് നമുക്ക് തോന്നും. ആ റഹ്മത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ കൂടെയുള്ളവർക്ക്, കൂട്ടാളികൾക്ക് റഹ്മത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തോന്നും. ഇതുപോലെയുള്ള സംരംഭങ്ങളിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ധനം നൽകാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടേതായ സംരംഭങ്ങളെ പെരുമ്പടന്നയിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടാൻ, നിങ്ങൾ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, നമ്മൾ കാരണം ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ഉറങ്ങിക്കിടക്കാണ്, ആ സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 100 പേരുണ്ടെങ്കിലോ പ്രിയമുള്ളവരെ, എന്താണ് അതിന്റെ അനുഭൂതി എന്ന് പറയുന്നത്? ഞങ്ങൾക്കുള്ള സന്തോഷമാണ്. മെഡിക്കൽ കോളേജിൽ ബാങ്ക് കൊടുക്കുമ്പോൾ, ആ ബാങ്ക് കൊടുക്കാൻ, നോമ്പ് തുറക്കാൻ എടുക്കുന്ന ഭക്ഷണം കയ്യിലെടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന, ഇന്നലെ കൊടുത്തത് 110 കിറ്റാണ്. 110 പേരുടെ വേണ്ട 50 പേര് ഓർക്കൂലേ ഈ ഭക്ഷണം? ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് എത്തിച്ചു തന്ന അവർക്ക്, അവരെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളൊക്കെ അതിൽ പെട്ടു. സംഘടനയുടെ എല്ലാ പ്രവർത്തകരും പെട്ടു. എല്ലാ സംഘടനാ സംവിധാനങ്ങളുമായി കൊണ്ടാണ് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 25,000 രൂപ മതി ഒരു വീടുണ്ടാക്കാൻ. ഭ്രാന്ത് പറയണതല്ല. ഫോക്കസ് ഇന്ത്യയുടെ ഉത്തരേന്ത്യയിലെ വീടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. 25,000 രൂപക്കൊരു വീട്, പൂർണ്ണമായി താമസിക്കാൻ കഴിയുന്നൊരു വീട്. പ്രിയമുള്ളവരെ, ആ വീടിന് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ആ വീട്ടിൽ കിടന്നുറങ്ങുന്ന കാലത്രേ അവർ ഓർക്കൂലേ നമ്മളെ? അങ്ങനെ ഓർക്കാൻ കഴിയുന്ന സംരംഭങ്ങളെ നമുക്ക് പെരുമ്പടന്നയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ സ്ത്രീകൾ അതിന് മുന്നിട്ടിറങ്ങിയാൽ അതിൻ്റെ രൂപവും അതിൻ്റെ ഭാവവും ഒക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സംസാരം, അവസാനം പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങളുടെ ഉറക്കത്തിലും ഉണർച്ചയിലും നിങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാവുകയും ഉറക്കവും ഉണർച്ചയും ഭക്ഷണവും ഒക്കെ തടയപ്പെടുന്ന ഒന്നായി മാറുകയും ചെയ്യണം. അള്ളാഹുവിൻ്റെ ഖുർആനിനെ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ആയത്തിൻ്റെ ബാക്കിയൊരു ഭാഗം കൂടിയുണ്ട്, പറയാൻ സമയമല്ല. ഹഖ്ഖ തിലാവത്തിഹിൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി യുഅ്മിനൂന എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, അത് പറയാൻ ഏകദേശം ഇതിനും കൂടുതൽ സമയം വേണ്ടി വരും. പഠിക്കുക. സൂറത്തുൽ ബഖറയുടെ 121-ാമത്തെ ആയത്താണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത്. 2-ാം അധ്യായം 121-ാമത്തെ ആയത്താണ്. ആ ആയത്തിനൊന്നുകൂടി വിശാലമായി പഠിക്കാൻ, വായിക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൻ്റെ ഈ പകലിൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ, ഖുർആനിനെ അറിയാൻ, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ചുറ്റുപാടുകളിൽ അതിന് ഭാഗ്യമില്ലാത്തവർ, ഖുർആൻ വായിക്കാൻ കഴിയാത്തവർ, ഖുർആൻ തുറന്ന് വായിച്ചാൽ പരിഭാഷ അറിയാത്തവർ, അർത്ഥമറിയാത്തവർ, അതിൽ നിന്നൊക്കെ ഭാഗ്യവതികളാണ് നിങ്ങൾ. അൽഹംദുലില്ലാ പറയണം നമ്മൾ എത്രയോ തവണ. ഖുർആൻ, ഈ വെളിച്ചം, പുസ്തകം നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഒരാളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഖുർആൻ പഠിക്കാൻ കാരണമായി തീർന്നിട്ടുള്ള ഒരാളുണ്ടാവും. ഈ ഒരു പദ്ധതിയെ ആലോചിച്ച ഒരാളുണ്ടാവും. ഇതിൻ്റെ വിതരണം ചെയ്ത ആളുകളുണ്ടാവും. നമ്മളൊരായത്തൊരു ഹർഫ് വായിക്കുമ്പോൾ അതിൻ്റെ ഫലം കിട്ടുന്ന എത്ര പേരാണ്. നമ്മൾ 20-ാം ഘട്ടം ഖുർആൻ ഇറങ്ങാനിരിക്കുകയാണ്. അടുത്ത ഒരു ഘട്ടത്തിൽ ഇതുപോലെ എനിക്ക്
5 300 രൂപ കൊടുത്താലും കുഴപ്പമില്ല. 5 പേർക്ക് ഈ വെളിച്ചം എത്തിച്ചു കൊടുക്കാൻ തയ്യാറായാൽ അവരൊന്നെടുത്ത് വായിച്ചൊരു ഹർഫ് വായിച്ചാൽ മതി. അത് നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യമായിരിക്കും. ആ 300-ന് 3000-ൻ്റെയും 30,000-ൻ്റെയും 3 ലക്ഷത്തിൻ്റെയും 3 കോടിയുടെയും 30 കോടിയേക്കാളും മതിപ്പുണ്ടാകും പ്രിയമുള്ളവർ. നമ്മുടെ 5 പേരിലേക്ക് വെളിച്ചത്തെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ, മാറ്റിയെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ എനിക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്, സംസാരിച്ചത്, ഇരുന്നത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇത് സംഘടിപ്പിച്ചവർ അവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായ അല്ലാഹുവേ അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി അവരെ നീ അനുഗ്രഹിക്കണമെന്ന് റഹ്മാനെ. അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഇണകളെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വേർപെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ജീവിതത്തിൻ്റെ ഏറ്റവും വേദനയേറിയ കാലഘട്ടങ്ങളിലൂടെ കഴിഞ്ഞുപോയ ഉമ്മയും ഉപ്പയും, കഷ്ടപ്പാടും വിയർപ്പും വേദനകളും കൊണ്ട് കഴിഞ്ഞുപോയിട്ടുള്ള അവരുടെ ജീവിത കാലഘട്ടം, സന്തോഷിക്കാൻ കഴിയാതെ പോയ ഉപ്പയുടെയും ഉമ്മയുടെയും കാലങ്ങൾ അല്ലാഹുവേ അവർക്ക് മാപ്പ് നൽകി പൊറുപ്പ് നൽകി ആ ഉമ്മയെയും ഉപ്പയെയും ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. നാളെ ഉന്നതമായ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.